ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, വിശുദ്ധ ചാൾസ് ബൊറോമിയ, അദ്ദേഹം ശക്തമായി ദൈവവചനം പ്രസംഗിച്ച വലിയ വിശുദ്ധനാണ്. അപ്പം അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിനെ മനസ്സ് വേദനിപ്പിക്കുന്ന വിധത്തിൽ ഒരു സന്യാസി അദ്ദേഹത്തെ കളിയാക്കി, കുറ്റപ്പെടുത്തി പരസ്യമായി പ്രസംഗത്തിൻ്റെ സമയത്ത്. ഇദ്ദേഹം ഈശോയോട് വളരെ സ്നേഹമുള്ള ഈ വിശുദ്ധൻ അത് വളരെ ശാന്തമായി അത് കൈകാര്യം ചെയ്തു, ഒന്നും പ്രതികരിച്ചില്ല. ഒരുപാട് മനുഷ്യരുടെ മുമ്പിൽ വെച്ച് വിശുദ്ധ ചാൾസ് ബൊറോമിയെ, അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സന്യാസി, അദ്ദേഹത്തെ കളിയാക്കി, കുറ്റപ്പെടുത്തി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച്. അപ്പം അദ്ദേഹം ഒരിക്കലും ശോഭിച്ചില്ല, അദ്ദേഹം ശാന്തത കൈവെടിഞ്ഞില്ല, അദ്ദേഹം വിനയത്തോടെ അത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് ഈ ഒരു സംഭവമാണ് അദ്ദേഹത്തെ ഏറ്റവും മനോഹരമാക്കിയത് എന്ന് പറയുകയാണ്. നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ ജീവിതത്തിൻ്റെ മനോഹാരിത കൂട്ടാനുള്ളവരാണ്. നമ്മുടെ ഉള്ളിൽ യേശുവിൻ്റെ മുഖം തെളിഞ്ഞു വരേണ്ടതുണ്ട്. നമുക്ക് പലപ്പോഴും ഈ കോപം ഭയങ്കരമാണ്, പെട്ടെന്ന് ദേഷ്യം വരിക, നമ്മളെ കുറ്റപ്പെടുത്തുകയോ നമ്മളുടെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ കുറവുകൾ പറഞ്ഞ് നമ്മെ അത് മാറ്റുവാൻ പരിശ്രമിക്കുകയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ കോപിക്കും. നമ്മൾ ഒരുപാട് പുണ്യങ്ങൾ അഭ്യസിക്കുമ്പോഴും ഈ പുണ്യത്തിൽ ആദ്യം നമ്മൾ വേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ചില തിന്മകളെ വേരോടെ പിഴുതു മാറ്റാൻ നാം അനുവർത്തിക്കേണ്ട ചില പുണ്യങ്ങളാണ്. ഈ ചാൾസ് ബൊറോമിയോ വിശുദ്ധനെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു പുണ്യമായി അവർ കണ്ടത് അദ്ദേഹത്തിൻ്റെ ആത്മസംയമനം, അദ്ദേഹത്തിൻ്റെ ശാന്തത, അദ്ദേഹത്തിൻ്റെ വിനയം. എത്രയോ വിനയത്തോടെ അദ്ദേഹം അത് സ്വീകരിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ നമുക്ക് ഈ വിനയം, ഈ ശാന്തത, ഈ ക്ഷമ, ഇത് നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കും. കോപം വരുന്ന ഒരു വ്യക്തി ചെറുതായി ക്ഷമ എന്ന പുണ്യം ഓരോ ദിവസവും അല്പാൽപമായി അത് പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുമ്പോൾ ഒടുവിൽ ആ മനുഷ്യൻ ആ പുണ്യത്തിൽ വളർന്നു വരും എന്ന് പറയുകയാണ്. വിശുദ്ധ ഗ്രിഗറി നസിയാൻസൻ അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്, ഒരു സുഹൃതം മിതമായും സ്ഥിരമായും അഭ്യസിച്ചാൽ അതുകൊണ്ട് മാത്രം നമുക്ക് പരിപൂർണരാകാൻ സാധിക്കുമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഏത് പുണ്യങ്ങളാണോ കുറവ്, അത് നമുക്ക് ചെറുതായി അല്പാൽപമായി അഭ്യസിക്കാൻ ഈ ദിവസങ്ങളിൽ നമുക്കതിനുവേണ്ടി പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോയെ, ഞങ്ങളിൽ ഒരുപാട് കുറവുകളുണ്ട് ഈശോയെ. ഞങ്ങൾക്ക് ഒരുപാട് രൂഢമൂലമായിട്ടുള്ള പാപബന്ധനങ്ങളുണ്ട്. ഞങ്ങൾക്കതിനെ തോൽപ്പിക്കുവാൻ, പുണ്യങ്ങൾ വളർന്നു വരുവാൻ ഈശോയെ അത് അഭ്യസിക്കുവാനുള്ള ഒരു കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് ശാന്തത എന്ന പുണ്യം, വിനയം എന്ന പുണ്യം, എളിമ എന്ന പുണ്യം, ക്ഷമ എന്ന പുണ്യം അതിൽ വളർന്നു വരുവാൻ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. പാപമെന്നിൽ ഇല്ല എന്ന് നിരന്തരം ഞാനോർത്തുപോ, നീതിമാനായി ഞാൻ ചമഞ്ഞ് ചെയ്യേണ്ട നന്മകൾ മറന്നുപോ, ക്രൂശിതാ അകന്നു പോകാതെ നിന്നാത്മനെ പകരണേ എന്നോ നിൻ ജീവനിൽ, ക്രൂശിതാ ക്ഷമിക്കൂ, അകന്നു പോകാതെ നിന്നാത്മനെ പകരണേ എന്നോ നിൻ ജീവനിൽ.
പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.